ഹായ്. നമ്മൾ ആരും തന്നെ ഈ ഭൂമി വിട്ടുപോയാൽ താൽക്കാലികമായ ഒരു നഷ്ടമേ എല്ലാവർക്കും ഉണ്ടാകും. ഒരു റിലേഷൻഷിപ്പിൽ അവൻ ഇട്ടിട്ട് പോയാൽ അല്ലെങ്കിൽ അവൾ തേച്ചിട്ട് പോയാൽ ആത്മഹത്യയിൽ ലൈഫ് അവസാനിപ്പിക്കുന്നവർ ഓരോരുത്തരും ഇതൊന്നോർത്ത് ജീവിക്കണം. മരണത്തോടടുക്കാൻ ഒരു മനുഷ്യന് എത്രയേറെ ഭയമുണ്ട്. എന്നിട്ടും ചില മനുഷ്യർ സ്വന്തം ജീവനെ പൊളിച്ചു കളയുന്നുണ്ടെങ്കിൽ തന്നെ കേൾക്കാനൊരാളില്ലാത്ത വിധം ഒറ്റപ്പെട്ടു പോയതിൻ്റെ പേരിൽ മാത്രമായിരിക്കും. നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ചാൽ മതി. അവർക്ക് നിങ്ങളൊന്നും ഒന്നുമല്ലായിരുന്നു. ഒരു വലിയ പൂജ്യത്തിൻ്റെ വില പോലും തന്നില്ലായിരുന്നു. നിങ്ങൾക്ക് വേദനിക്കുമെന്നറിഞ്ഞിട്ടും അവർ വേദനിപ്പിക്കുന്നത് നിങ്ങൾക്ക് അവരുടെ മനസ്സിൽ ഒരു വിലയുമില്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾ പറയുന്നതൊന്നും അവർക്ക് മനസ്സിലാകാഞ്ഞിട്ടല്ലല്ലോ. അത് അവരനുസരിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അവിടെ നിങ്ങളുടെ വാക്കിനും വിലയില്ല, ഒന്നിനും വിലയില്ല. അല്ല, നിങ്ങൾക്ക് 0 വാല്യൂ ഉള്ളിടത്ത് വാക്കിന് മാത്രം എങ്ങനെ വാല്യൂ ഉണ്ടാവാനാ? നിങ്ങൾ കരുതുന്നുണ്ടോ അവർ ആവർത്തിക്കുന്ന തെറ്റുകളൊക്കെയും അറിവില്ലായ്മയിൽ നിന്ന് സംഭവിക്കുന്നതാണെന്ന്? ഒന്നുമല്ല. അവർ മനഃപൂർവ്വം നിങ്ങളെ പറ്റിക്കുകയാണ്. നിങ്ങൾ അതിന് നിന്നു കൊടുക്കുമെന്ന് അവർക്കറിയാം. പ്രിയപ്പെട്ട സുഹൃത്തെ, ഇപ്പോഴും നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ കയ്യിലുണ്ട്. അതിനർത്ഥം നിങ്ങൾക്ക് നിങ്ങളെ നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ്. അറിയാമോ, നമ്മുടെ മനസ്സാണ് ഏറ്റവും വലിയ ശക്തി. അതിനു മുന്നിൽ പ്രണയവും പണവും പ്രതാപവും ഒന്നുമല്ല. മനസ്സ് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ സ്ഥിരബുദ്ധിയുള്ള മനുഷ്യരില്ല. മനസ്സ് കൈമോശം വന്നിട്ടില്ലാത്ത നിങ്ങളെന്തിനാണ് എവിടെയോ കിടന്നിരുന്ന ആർക്കോ വേണ്ടി നിങ്ങളുടെ വിലപ്പെട്ട ജീവൻ ഇല്ലാതാക്കുന്നത്? മിന്നിയതൊന്നും പൊന്നായിരുന്നില്ല എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മൾ സ്വന്തം ജീവിതത്തിൽ നിന്നും ഒരു പാഠം പഠിച്ചു. ഒരുപാടൊന്നും ആഗ്രഹിക്കരുത്. ഒടുവിൽ സ്വന്തമാക്കാൻ കഴിയാതെ വന്നാൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാതെയാവും. നിയന്ത്രിക്കാൻ പറ്റാതെയാകുന്ന അത്രയും നിങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നത് അപകടമാണ്. പക്ഷേ സാരമില്ലാട്ടോ, നിനക്ക് നിന്നെ നഷ്ടപ്പെടാത്തിടത്തോളം കാലം ആർക്കും ഒന്നും ചെയ്യാനാവില്ല. ഇനിയും നിനക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ആരോ ചെയ്ത ഒരു ദ്രോഹത്തിൻ്റെ വേണ്ടി നീ നിന്റെ മഹത്തായ ജീവൻ ബലി കൊടുക്കരുത്. നിന്നെ ആശ്രയിച്ച് കഴിയുന്ന ഒരുപാട് പേർ, നിന്നിലൂടെ സ്വപ്നം പൂവണിയാൻ കാത്തിരിക്കുന്ന മാതാപിതാക്കൾ, സഹോദരങ്ങൾ ഒക്കെ നിന്നെ ഒരു പ്രതീക്ഷയായി കാത്തിരിക്കുന്നുണ്ട്. നീ അത്താണിയാകുന്ന കാലം വിദൂരമല്ലെന്ന് അവർക്ക് മുന്നിൽ നീ തെളിയിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരി, നമ്മൾ ജീവിച്ചേ മതിയാകൂ. നിന്നെ തേച്ചിട്ട് പോയവരോടുള്ള ഒരു പ്രതികാരമായിട്ടെങ്കിലും നീ എന്തെങ്കിലും എവിടെയെങ്കിലും എത്തിയേ പറ്റൂ. സമയം ഒട്ടും അതിക്രമിച്ചിട്ടില്ല. ഇന്നലെ നീ മനഃപൂർവ്വം മറന്നു കളഞ്ഞേക്ക്. നാളെയെ ഓർത്ത് വേവലാതിയും വേണ്ട. എന്നിട്ട് ഹാപ്പിയായിട്ട് അടിപൊളിയായിട്ട് ഇന്നിൽ ജീവിക്ക്. വിട്ടുപോയവർ നിങ്ങളെ ഓർത്ത് വിലപിക്കട്ടെ. മാറാലെ എന്ന് പറഞ്ഞ് ആര് എത്ര തട്ടിയാലും ചിലന്തി പിന്നെയും മനോഹരമായി സ്വപ്നവും ജീവിതവും നെയ്യുന്നില്ലേ? നീ ചിന്തിക്ക്. ബൈ മോട്ടിവേഷൻ മലയാളം.